കളമശ്ശേരിയിലെ ലഹരി കേസിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥി. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് അറസ്റ്റിലായ ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകി. റെയ്ഡിനിടെ ഒളിവിൽ പോയ 3ാം വർഷ വിദ്യാർത്ഥിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഞ്ചാവ് വിൽപ്പനക്കാരനായ ഇതര സംസ്ഥാനക്കാരനിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു. പോളിയിലെ ഹോളി ആഘോഷത്തിന് ക്യാമ്പസിൽ ലഹരി എത്തുമെന്ന് അറിയിച്ചുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ ഒരു കത്ത്. ആ കത്താണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസിലേക്കും ഹോസ്റ്റൽ മുറികളിലേക്കും പരിശോധനയ്ക്കായി പോലീസ് കയറി ചെന്നത്. ഏറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയ ആ കത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ കത്തിലെ വരികൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെയാണ് ആ കത്ത്. ആ വരികളിലേക്ക് വരികയാണെങ്കിൽ, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ 14/3/2025 എന്ന തീയതിയിൽ ഉച്ച മുതൽ ഹോളി ആഘോഷത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിതമായ ഉപയോഗം അന്നേ ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിലേക്കായി പണപ്പിരിവ് നടത്തുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ക്യാമ്പസിനുള്ളിൽ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നും നിരീക്ഷണം കൂടുതൽ ശക്തമാകണമെന്നും ക്യാമ്പസിന് പുറത്തും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗത്തിനെതിരെ സമുചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നും അപേക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത് കത്തിൽ. വിശ്വസ്തയോടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പോലീസിന് അയച്ചിട്ടുള്ള കത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ കത്താണ് ഇതിൽ നിർണായകമായത്. അതോടുകൂടിയാണ് പോലീസ് പരിശോധനയ്ക്കായി ക്യാമ്പസിനകത്തേക്ക് ചെന്നത്. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ഈ സംഭവത്തിൽ തന്നെ, മാത്രമല്ല ക്യാമ്പസുകൾക്കകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ തന്നെ നമ്മളുടെ റിപ്പോർട്ടർ പ്രതിനിധികൾ ഓരോരുത്തരായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷായുണ്ട്, TV പ്രസാദ് ഉണ്ട്. അലി അക്ബർ ഷായിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. അലി, ഈ കേസിൽ നിർണായകമായ പ്രിൻസിപ്പലുടെ കത്താണ് ഞാനിപ്പോൾ വായിച്ചത്. എന്തായാലും ഈ കേസിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴികളിൽ നിന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വിവരം, ഈ കഞ്ചാവ് എത്തിച്ചത് ആർക്കു വേണ്ടിയാണ് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ആ പ്രധാനി ആരാണ്? ഈ കേസിലെ ഏറ്റവും പ്രതിയായിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ തന്നെ ഇനി ഈ കേസിൽ കിട്ടാനുണ്ടല്ലോ അല്ലേ? അങ്ങനെ ആകെ എല്ലാവരും പിടിയിലായിട്ടില്ല നിലവിൽ, അതുതന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? റോഷ്നി, തീർച്ചയായും ഈ കളമശ്ശേരിയിൽ നടന്ന കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കണ്ണികൾ ഇനിയും പിടിയിലാകാനുണ്ട്. അവരിലേക്കുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ പറഞ്ഞ ആഷിഖ്, ഷാരിഖ് എന്നീ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ഈ 2 വിദ്യാർത്ഥികളാണ് ക്യാമ്പസിനകത്തേക്ക് ഈ ലഹരി എത്തിച്ചത്, ആകാശിന്റെ മുറിയിൽ ഈ ലഹരി എത്തിച്ചത്. ആകാശ് ആദ്യഘട്ടത്തിൽ പിടിയിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ആകാശ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഈ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലാകുന്നത്. ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആഷിഖും ഷാരിഖും നൽകിയ മൊഴിയിൽ നിന്നാണ് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ആകാശിന് വേണ്ടിയായിരുന്നു ഈ കഞ്ചാവ് ക്യാമ്പസിലേക്ക് എത്തിച്ചത് എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിഗമനം. എന്നാൽ അങ്ങനെയല്ല, മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി, അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ആഷിഖും ഷാരിഖും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് ഈ പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിലേക്ക് എത്തിച്ചത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ 3ാം വർഷ വിദ്യാർത്ഥി ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരവും ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില ആളുകൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നുവെന്ന്. അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട 2 പേർ അത് തങ്ങളാണ് എന്നും ആഷിഖും ഷാരിഖും പോലീസിന് മുന്നിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ ആഷിഖും ഷാരിഖും നേരത്തെ തന്നെ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആവശ്യാനുസരണം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നവരാണ്. അവരാണ് ഈ ഓഫറുകൾ നൽകുന്നത്. അതായത് ഡിസ്കൗണ്ട് അടിസ്ഥാനത്തിൽ, നേരത്തെ പണം നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് അടിസ്ഥാനത്തിൽ ഈ ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരാണ് ഈ ആഷിഖും ഷാരിഖും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥി? ആകാശ് എന്ന വിദ്യാർത്ഥിക്ക് അപ്പുറത്തേക്ക് ആകാശിന്റെ മുറിയിൽ നിന്നാണ് 2 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആകാശിനെ റിമാൻഡ് ചെയ്യുന്നതും. എന്നാൽ ആകാശിനല്ല, മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്കാണ് തങ്ങൾ ഈ ലഹരി എത്തിച്ചത് എന്ന ആഷിഖിന്റെയും ഷാരിഖിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ 3ാം വർഷ വിദ്യാർത്ഥിയെ തേടി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. ഈ വിദ്യാർത്ഥിയെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ നടക്കുകയുമാണ്. മറ്റൊരു പ്രധാന കാര്യം, ആഷിഖും ഷാരിഖും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്, ഇവർക്ക് കഞ്ചാവ് കൈമാറിയിരിക്കുന്നത്
പറയുന്നത് ആലുവയിൽ താമസമാക്കിയിട്ടുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനാണ് എന്നുള്ളതാണ്. ഈ ഇതര സംസ്ഥാനക്കാരനിൽ നിന്നാണ് ഓർഡർ അനുസരിച്ച് ആഷിഖും ഷാരിഖും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് പണം കൊടുത്തു വാങ്ങുകയും ഇത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്ക് ഈ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആവശ്യപ്രകാരം എത്തിക്കുകയും ചെയ്യുന്നത്. ഈ സ്ഥലത്തു നിന്നും ചെറിയ പാക്കറ്റുകളിലാക്കി സമീപ പ്രദേശങ്ങളിലേക്ക് വിൽപ്പന നടത്തുക, ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ 3ാം വർഷ വിദ്യാർത്ഥി ഉടൻ തന്നെ പിടിയിലാകുമെന്ന സൂചനയുമാണ് പോലീസ് നൽകുന്നത്. അങ്ങനെയാണ് എങ്കിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാൾ ഈ 3ാം വർഷ വിദ്യാർത്ഥി തന്നെയായിരിക്കും. ഇയാളെ പിടികൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. ഈ ഇതര സംസ്ഥാന തൊഴിലാളി കൂടി പിടിയിലായി കഴിഞ്ഞാൽ കൊച്ചിയുടെ വിവിധ ഇടങ്ങളിലുള്ള കലാലയങ്ങളിലേക്ക്, കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയിലേക്ക് എത്താൻ കഴിയുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും ആഷിഖും പറഞ്ഞതുപോലെ തന്നെയാണ്, പഴുതടച്ച് തന്നെ അന്വേഷണം നടക്കട്ടെ, അപ്പോഴേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെ ഈ കഞ്ചാവ് കൊടുക്കുന്നുണ്ട്, ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്നതെല്ലാം നമുക്ക് അറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ഈ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. കാരണം ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികൾ എന്നുള്ളതാണ്.